അകലില്ല. ഓ രണ്ട് കരമുയർത്തി, ഓ എന്റെ എല്ലാം എല്ലാം നീയേ, എന്റെ ജീവനും പ്രാണനും, എന്റെ എല്ലാം 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 നീയേ, എന്റെ ജീവനും പ്രാണനും, എന്റെ എല്ലാം എന്റെ എല്ലാം എല്ലാം നീയേ, എല്ലാം 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 യേശുവാണ്. ആദരം തുറന്നു പറഞ്ഞ് എന്റെ എല്ലാം പാടാത്തവർ ചേർന്ന് എന്റെ എല്ലാം 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 നീയേ, എന്റെ ജീവനും പ്രാണനും നീ, എന്റെ എല്ലാം എന്റെ എല്ലാം. ഓ യേശുവേ, പറഞ്ഞ യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി, നമ്മെ തന്നെ മറന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. Everything is you, Lord. My everything is you, Lord. എന്റെ എല്ലാം നീയേ, എന്റെ എല്ലാം എന്റെ എല്ലാം എല്ലാം. My everything is you, Lord. എന്റെ എല്ലാം എല്ലാം എന്റെ എല്ലാം എല്ലാം. ഓ come on, നിങ്ങളുടെ സ്നേഹം യേശുവിനോട്, നിങ്ങളുടെ പാട്ട് യേശുവിനോട് പാടിയേ. എല്ലാം എല്ലാം നീയേ, എന്റെ ജീവനും പ്രാണനും, എന്റെ എല്ലാം ഓ എന്റെ ജീവൻ, എന്റെ സ്വത്ത്, എന്റെ സമ്പത്ത്, എല്ലാം, എന്റെ ആയുസ്, എല്ലാം 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 നീയേ. അല്പം കൂടെ ശബ്ദമുയർത്തി യേശുവിനോട് പറയാം, എന്റെ എല്ലാം എന്റെ സർവസ്വവും നീയേ, എന്റെ ജീവനും എന്റെ എല്ലാം എന്റെ. Come on, ഈ അന്തരീക്ഷത്തിലെ ശബ്ദം കേൾക്കട്ടെ. ഒരു കൂട്ടം യേശുവിന്റെ മക്കൾ പറയാണ്, എന്റെ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാം യേശുവേ. ഇപ്പോഴും പാടാത്തവരുണ്ടല്ലോ, അവരും ഇവിടെ യേശുവിനെ നോക്കി. എന്റെ എല്ലാം എല്ലാം നീയേ. എന്റെ എല്ലാം യേശുവിനോട് പറഞ്ഞേ. Come on, chosen vessel, ശബ്ദത്തോടെ. ഓ എന്റെ എല്ലാം എല്ലാം നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെ
ആത്മാർത്ഥമായിട്ട് യേശുവിനോട് ചോദിക്കാമോ? നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം നിന്മാറോടു ചേരട്ടെ ഞാൻ. യേശുവിന്റെ മാറിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകണമേ അപ്പ. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ദിവസം ആ മാറിലേക്ക് വീണ്ടും യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നപ്പോൾ പത്മോസിന്റെ ദ്വീപിൽ മഹത്വവാനായ തേജോമയനായ കർത്താവിനെ കണ്ടെങ്കിൽ, മറുരൂപ മലയിൽ യേശുവിന്റെ മുഖം മാറിയത് കണ്ടെങ്കിൽ, മാറോടു ചേരട്ടെ ഞാൻ നേരം നീയാണെന്നെല്ലാം. നിങ്ങളുടെ വാക്കിൽ, നിങ്ങളുടെ നാവിൽ നിന്നും ഈ വാക്ക് കേൾക്കാൻ യേശു എത്രമാത്രം കൊതിക്കുന്നു. യേശുവിന്റെ ഹൃദയം തുടിക്കുകയാണത് കേൾക്കുമ്പോൾ. കാണുന്നുണ്ടോ ആ മുഖം? യേശു നീയാണ് എല്ലാം പറഞ്ഞു. നിന്മാറോട് ഞാനിപ്പോ ചേരട്ടെ ഞാൻ യേശുനാഥ, യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ, ഞാൻ മറന്നിട്ടും, ഞാനകന്നാലും നീ. ഓ ഞാനകന്നാലും ഇന്ന് പകലിലൊരു റെസ്റ്റോറേഷൻ സംഭവിക്കണം. ഡാഡി, വെൽക്കം വെൽക്കം. ഓ നമസ്തേനിയാനായ പത്രോസ്, യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ വാസ്തവമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആദ്യത്തിൽ ഉത്തരം പറഞ്ഞു. എന്നാൽ മൂന്നാമത് വന്നപ്പോൾ പറഞ്ഞു, കർത്താവെ, നീ എല്ലാം അറിയുന്നല്ലോ. അതിനുശേഷം യേശുവിനെ തള്ളിപ്പറഞ്ഞു. മലയാളത്തിലെ തള്ളിപ്പറഞ്ഞെന്ന് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന പ്രാഗി എന്നാണ്. ഈ മനുഷ്യനെ പ്രാഗി, യേശു ആരെന്ന് അറിയില്ല എന്ന് പറഞ്ഞതല്ല, പ്രാഗി എന്നാണ്. പ്രാഗിയിട്ട് പോയി നിന്നിട്ടും മനസ്സിനകത്തൊരാവലാതിയാണ്, ഒരു ചങ്ക് പെടച്ചിലാണ്. പക്ഷെ അപ്പോഴും യേശു പറയാണ്, നീ അകന്നാലും. ആദ്യം ചോദിച്ചത് പത്രോസ് എവിടെയെന്നാണ്. ഹല്ലേലൂയ. ഈ വർഷിപ്പ് നടക്കുമ്പോൾ വർഷിപ്പിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരും. എത്ര അവസരങ്ങൾ എനിക്ക് ലഭിച്ചതാണ്. ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയമായിരുന്നു ഞാൻ ഇത് ചെയ്തത്. വേറെ ഒരിക്കലും വന്നില്ലെങ്കിലും വർഷിപ്പ് ടൈമിന് ഇത് വരും. അത് നമ്മുടെ മനസ്സിനെ മാറ്റുന്നതാണ്. പലപ്പോഴും നമ്മുടെ നല്ല സമയത്തെ കളയുന്നത്. ഇൻറ്റിമസിക്ക് ഒരു പ്രൈസ് ഉണ്ട്. ആ കറൻസിയുടെ പേര് ടൈം എന്നാണ്. സമയമാണ് ആ നാണയത്തിൻ്റെ പേര്. എത്ര സമയം നിങ്ങൾ ഒരാളോട് ചെലവിടുന്നോ അത്രത്തോളമാണ് ഇൻറ്റിമസി വർദ്ധിക്കുന്നത്. അഭേദ്യമായ ബന്ധം വർദ്ധിക്കുന്നത് എത്രത്തോളം സമയം. ഇൻറ്റിമസിയുടെ കറൻസി ടൈമാണ്. ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഇന്നലത്തെ കാര്യങ്ങൾ, എനിക്ക് നല്ല അവസരം ഉണ്ടായിട്ട് ഞാൻ ചെയ്തില്ലല്ലോ, പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഞാനത് ചെയ്തില്ലല്ലോ, ബൈബിൾ വായിക്കേണ്ട സമയമാണ്. പത്രോസിനുണ്ടായതുപോലൊരു പിടച്ചിലുണ്ട്. യേശു ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് വന്നിരിക്കുമ്പോൾ, ഈ ദൈവ സാന്നിധ്യം വരുമ്പോൾ എന്തോ ഇത് പ്രൊഫറ്റിക്കലിയാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ആരുടെയൊക്കെയോ മനസ്സിനകത്ത് ഇങ്ങനെ കലക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നല്ല സമയമായിരുന്നല്ലോ, ഉപയോഗിച്ചില്ലല്ലോ, മനസ്സിനകത്തൊരു പിടച്ചിൽ.
ഇപ്പോൾ എങ്ങനെ ഞാൻ ദൈവസന്നിധിയിലേക്ക് വരും? ദൈവം തന്ന സമയം ഞാൻ ഉപയോഗിക്കാതിരുന്നിട്ടും ഞാൻ എങ്ങനെ വരും? യേശു പറയാണ്, നീ അകന്നാലും ഫസ്റ്റ് ചോദിച്ചത് പത്രോസ് എവിടെയെന്നാണ്. നമ്മളാണ് യേശുവിന്റെ സ്ഥാനത്തെങ്കിൽ ആദ്യം ചോദിക്കുന്നത് അരിമത്യക്കാരനായ ജോസഫ് എവിടെ നിന്നാണ്, കല്ലറ വിട്ട് തന്ന ആളെവിടെ, അല്ലെങ്കിൽ മറിയ എവിടെ? യേശു ആദ്യം ചോദിച്ചത് പ്രാഗിയ പത്രോസിനെയാണ്. ഇന്നലത്തെ പാസ്റ്റ് അല്ല കർത്താവ് നോക്കുന്നത്, ഇന്നാണ് നോക്കുന്നത്. മനസ്സിനകത്തുള്ള എല്ലാ പാസ്റ്റ് കൊണ്ടുവരുന്ന ഈ സങ്കീർത്തനം 139 ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ മുൻപും പിൻപും അടച്ച് കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം. ഈ മുമ്പും പിമ്പും അടയ്ക്കുക എന്ന് പറഞ്ഞാൽ മുമ്പിലോട്ട് കർത്താവിന്റെ വഴിയും, പിൻപിലെ അടവെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മെ പിടിച്ചു വലിക്കുന്നത് പുറകിലുള്ള പാസ്റ്റാണ്. നമുക്കുണ്ടായ മുറിവുകൾ, നമുക്കുണ്ടായ വേദനകൾ, ആരോടും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, ഉണ്ടായ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ, കേൾക്കാൻ പാടില്ലാത്തടത്തു നിന്നും കേട്ട വാക്കുകൾ, വിശ്വസിച്ചവരിൽ നിന്നും ഉണ്ടായ മുറിവുകൾ, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. എന്നാൽ അതിനെ തകർക്കുന്നതാണ് പിൻപിലുള്ള ദൈവത്തിന്റെ കരം. അതാണ് ദാവീദ് പറഞ്ഞത്. ദാവീദിന്റെ ചരിത്രം പഠിച്ചാൽ ഇത് ഭയങ്കര അർത്ഥമാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ. ദാവീദ് ഇങ്ങനെയാ പാടിയത്, എൻ്റെ പിൻപിൽ അടയ്ക്കുന്ന ദൈവകരം. ഇന്നൊരു മഹത്വം വെളിപ്പെടുമ്പോൾ, ഇന്ന് നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ പാസ്റ്റുകളെല്ലാം മറന്നു പോകട്ടെ. കഴിഞ്ഞ നല്ല ദൈവം ചോദിക്കുന്നത്, ഇപ്പോൾ ചോദിക്കുന്നത്, നിനക്ക് ഇപ്പോൾ മനസ്സുണ്ടോ? ഇപ്പോൾ യേശു ചോദിക്കുന്നത്, നീ പണ്ട് എങ്ങനെ ആയിരുന്നു, നീ ഉപയോഗിച്ചില്ല, കഴിഞ്ഞത് കഴിഞ്ഞു പോയി. ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും കഴിഞ്ഞതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ ചിന്തിക്കാതിരുന്നാൽ ഇപ്പോൾ നമുക്കതിനെ പുതുതാക്കാൻ പറ്റും. പ്രസന്റിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രസന്റിൽ എപ്പോഴും പാസ്റ്റിനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പാസ്റ്റിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ പ്രസന്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ പ്രസന്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ മറന്നാലും നീ മറക്കില്ലപ്പാ. അതുകൊണ്ടല്ലേ ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. പലപ്പോഴും നാം മറന്നിട്ടും യേശു മറന്നില്ല. യേശുവിന് ഇങ്ങനെയൊക്കെ കാണണം. അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമല്ല, ചെയ്യുമ്പോൾ കരയുന്നൊരു മുഖം കാണണം. തെറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അപ്പൻ പറഞ്ഞു എന്ന വാക്കല്ല, ഞാനിത് ചെയ്താൽ എൻ്റെ അപ്പൻ്റെ ഹൃദയം തകരും. ആ സ്നേഹമല്ലേ നിയമത്തെക്കാളും കൂടുതലായിട്ട് നമ്മെ ഉറപ്പിക്കുന്നത്. ശരിയാണോ? ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ നീ അതേ ചെയ്യത്തുള്ളൂ. പക്ഷെ എൻ്റെ അമ്മയുടെ ഹൃദയം, കരയുന്ന അമ്മയുടെ മുഖം, കരയുന്ന, ഇങ്ങനെയൊക്കെ യേശുവിനെ കാണണം. ഇന്ന് പിൻപിൽ അടയ്ക്കുന്ന ദൈവകരം വെളിപ്പെടട്ടെ. പാസ്റ്റുമായി വിച്ഛേദിക്കപ്പെടുന്ന, കഴിഞ്ഞ ഭൂതകാലവുമായി വിച്ഛേദിക്കപ്പെടുന്ന ദൈവകരം നമുക്ക് വേണ്ടി വ്യക്തിപരമായി ഇടപെടട്ടെ. കണ്ണുകളെല്ലാം അടയ്ക്കാം. ഒരു പാട്ടിന് വേണ്ടി കാത്തിരിക്കരുത്. നമുക്ക് എല്ലാ ദിവസവും കേരളത്തിനും എല്ലാവർക്കും വർഷിപ്പിനൊരു പാറ്റേൺ ഉണ്ടായിരിക്കും, വർഷിപ്പ് ആരാധനയ്ക്ക് ഒരു രീതിയുണ്ട്. അതുപോലെ കാത്തു നിൽക്കരുത്. ഈ സമയം ഉപയോഗിക്കണം, ഈ ടൈം ഉപയോഗിക്കും. ഞാൻ ഇങ്ങനെയുള്ള സമയങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. കാരണം മിണ്ടാതിരിഞ്ഞ് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ഈ ഇതൊരു വർഷിപ്പിൻ്റെ ഒരു റലമുണ്ട്. മൗനമായിരുന്നുകൊണ്ട് ദൈവത്തെ അറിയുന്ന, അത് ഭയങ്കര റലമാണ്. അത് കേരളത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. ഈ സമയം ഉപയോഗിക്കണം. ഇന്ന് നമ്മുടെ ചരിത്രം മാറാൻ സാധ്യതകളുണ്ട്, തിരിവുകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആരെ നോക്കരുത്, അടുത്തിരിക്കുന്ന ആരെയും നോക്കരുത്. അടുത്തിരിക്കുന്ന ആരും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എല്ലാം നൽകുന്നത് ദൈവമാണ്. എല്ലാം നമുക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. യേശുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കാമോ? കണ്ണുകളൊക്കെ അടച്ച, നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണമെങ്കിലൊക്കെ മാറി നിൽക്കാം, മുട്ടുമേ നിൽക്കണമെങ്കിൽ മുട്ടുമേ നിൽക്കാം. ആരും ഒരു നാണക്കേട് മാറ്റി വെക്കണം. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ആരാധിക്കാൻ. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു കുറേ പേരുടെ മുമ്പിൽ നിൽക്കാൻ, സംസാരിക്കാൻ പോലും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ആത്മിക പിതാവ് പാസ്റ്റർ അരവിന്ദ് മോഹൻ, അദ്ദേഹം പറയുന്ന ഒറ്റ വാക്കാണ് എൻ്റെ ലജ്ജ മാറ്റിയത്. എടാ, നിനക്കിങ്ങനെ ലജ്ജയാണ്, പക്ഷേ 33.5 തിരുവയസ്സിൽ സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും നഗ്നമായിട്ട് കിടക്കാൻ യേശു നാണം കിട്ടില്ല. ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചു. ഒരു മലയുടെ മുകളിൽ നഗ്നനായി, അമ്മയ്ക്ക് പോലും മുകളിലേക്ക് നോക്കാൻ കഴിയാത്ത വിധം, നമ്മൾ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലൊന്നും കാണുന്നത് പോലെ അല്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അത്രത്തോളം നഗ്നൻ അവൻ. യേശു നാണം കിട്ടില്ല. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? അപ്പൊ നമ്മൾ ആ നാണക്കേട് വെക്കണോ? യേശുവോട് ചോദിക്കുമ്പോൾ നിന്റെ മാറോട് ഞങ്ങൾ ചേരട്ടെ. കണ്ണുകളൊക്കെ അടച്ച് മറന്ന്, സർവ്വതും മറന്ന്, നമ്മെ തന്നെ മറന്ന്, നാളെ മറന്ന്, വൈകിട്ട് മറന്ന്, ഈ അടുത്ത് എന്താകും എല്ലാം മറന്നിട്ടാ യേശുവിനെ മാത്രം
വർഷിപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ബിക്കോസ് ഹീ ഈസ് ദ ഹാർട്ട് ഓഫ് വർഷിപ്പ്, ഹീ ഈസ് ദ സെന്റർ ഓഫ് വർഷിപ്പ്. ആരാധനയുടെ കേന്ദ്ര ബിന്ദു, ആരാധനയുടെ ഹൃദയം യേശുവാണ്. യേശുവിനെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ മറന്നാലും നീ മറക്കില്ല, സ്നേഹിച്ചു നീ, ഞാൻ മറന്നാലും നീ മറക്കില്ല, ഞാൻ മറന്നിട്ടും ഞാനകന്നാലും ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും. യേശുവിനോട് പാടാമോ ഇത്? ഞാനകന്നാലും നീ, ഓ ഞാൻ മറന്നിട്ടും. കണ്ണുകൾ അടച്ച് യേശുവിനെ നോക്കി, ഞാൻ മറന്ന നീ അകലില്ല. I love you Yeshua. സ്നേഹി നിന്മാറോടു ചേരട്ടെ ഞാൻ. ചോദിച്ചേ, യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാ. നിന്മാറോടു ചേരട്ടെ ഞാൻ, യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും. കമോൺ, ആ കരമുയർത്തി, എന്റെ എല്ലാം, എന്റെ എല്ലാം എല്ലാം നീയേ. യേശുവിനോട് എന്റെ എല്ലാം എല്ലാം നീയേ, എന്റെ ജീവനും പ്രാണനും എന്റെ എല്ലാം എല്ലാം നീയേ. My everything, my life, എന്റെ എല്ലാം എന്റെ ജീവനും എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും എന്റെ എല്ലാം യേശുവിനോട് എന്റെ മൂവാറ്റുപുഴയുടെ അന്തരീക്ഷത്തിൽ ഈ ശബ്ദം കേൾക്കട്ടെ. ഞാൻ എന്റേതല്ല, ഞാൻ യേശുവിൻ്റെതാണ്. ഓ, ഈ പട്ടണം ഞങ്ങളുടേതല്ല, ഇത് യേശുവിൻ്റെതാണ്. Into deeper level of intimacy, Holy Ghost. Take us together. Welcome.